കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ ഇത്രത്തോളം ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് കാത്തു പരിപാലിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൽ ധാരാളം വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നുവെങ്കിൽ കഷ്ടം സഹിക്കുവാനുള്ള വരം കൂടെ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ക്രിസ്തീയ മാർഗം പട്ടുമത്തയുടെ മാർഗമല്ല. ധാരാളം വെല്ലുവിളികളും ധാരാളം ഉപദ്രവങ്ങളും കഷ്ടതകളും പീഡനങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവിനെ ഈ ലോകം വെറുതെ വിട്ടില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുഭവിച്ച അത്രയും നിന്ദയും പരിഹാസവും ലോകത്തിൽ മറ്റാരും അനുഭവിച്ചിട്ടില്ല. നാം ആരും ഒന്നും അനുഭവിച്ചിട്ടില്ല. നാമൊക്കെ ആരുടെയെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവരും അല്ലെങ്കിൽ വേദനിക്കുന്നവരുമാണ്. എന്നാൽ എത്രയോ കുത്തുവാക്കുകൾ, എത്രയോ അപവാദങ്ങൾ, എത്രയോ നിന്ദകൾ, പരിഹാസങ്ങൾ നമ്മുടെ കർത്താവ് സഹിച്ചു. കർത്താവിനെ ക്രൂശിക്കുന്ന അന്ന്, ആ ദിവസം വിസ്താരത്തിൻ്റെ മധ്യത്തിൽ ആ കോടതിയിൽ വെച്ച് എന്തുമാത്രം അപവാദങ്ങൾ കർത്താവ് കേട്ടു. മഹാപുരോഹിതന്മാർ, അവിടെ കൂടി വന്ന യഹൂദ പ്രമാണികൾ, അവരെല്ലാം യേശുവിനെ നിന്ദിച്ചു. യേശു ഗോൽഗോഥായിൽ കുരിശുമായിട്ട് പോകുന്ന വഴിയിൽ അവിടെ കൂടിയിരുന്ന ജനം യേശുവിനെ നിന്ദിച്ചു. ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടവരെല്ലാം യേശുവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ദൈവപുത്രനാണെങ്കിൽ തന്നെ രക്ഷിക്ക്, കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ആരാണെന്ന് മൂന്നാമത്തെ ദിവസം അവർക്ക് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. യേശു ദൈവപുത്രനാണെന്ന് ഈ വെല്ലുവിളിക്കുന്നവരോട് വാക്കിന് വാക്ക് പറയേണ്ട കാര്യമൊന്നും കർത്താവിനില്ല. കർത്താവ് എന്തെങ്കിലും അത് പ്രവൃത്തിയിൽ ചെയ്ത് കാണിക്കുന്നവനാണ്. സ്തോത്രം. താൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര വെച്ച കല്ലറയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ലോകത്തിൻ്റെ സകല സംശയങ്ങൾക്കും അവരുടെ അപമാനങ്ങൾക്കും നിന്ദകൾക്കും മറുപടി നൽകിക്കൊണ്ടാണ്, ഹല്ലേലൂയ സ്തോത്രം, ജീവനോട് പുറത്തു വന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, നാം ആ കർത്താവിനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ അപമാനങ്ങളും കർത്താവിന് വേണ്ടി നമുക്ക് സഹിക്കാം. നിശ്ചയമായും കർത്താവിനെ ഉയർത്തിയ ഒരു ദൈവം നമുക്ക് വേണ്ടിയും ജീവിക്കുന്നുവെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ അപമാനത്തിന് നിന്ദിക്കും, ഈ കഷ്ടതയ്ക്കും വേദനയ്ക്കും പീഡനങ്ങൾക്കും എല്ലാം ഒരവസാനമുണ്ട്. അതെന്നൊന്നും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കത്തില്ല. അതെല്ലാം അവസാനിക്കും. നാം നിശ്ചയമായും കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ആമേൻ ജയാളികളായി കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് ഈ ലോകത്തിലെ യാതൊരു വിധമായ വെല്ലുവിളികൾക്കും തടസ്സം നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മെ കർത്താവ് സഹായിക്കും. ഈ ഹല്ലേലൂയ പ്രശ്നങ്ങളിൽ നിന്ന്, അപവാദങ്ങളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം വരുത്തി കർത്താവ് നമ്മളെ സഹായിക്കും. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.